പാകിസ്ഥാൻ അംബേദ്കറിന്റെ ജന്മദിനത്തിന്റെ അതേ ദിവസം ഉപയോഗപ്പെടുത്തി ബാബരി മസ്ജിദ് പൊളിച്ചുകൊണ്ട് ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്ന അങ്ങനെ തമ്മിലടിപ്പിച്ച് നേട്ടം കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് ഈ ബിജെപി തുടക്കം കൂടെ മാത്രമാക്കിയത്. അവർ വിചാരിച്ചു അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റില്ലേ? എന്തേ ഉണ്ടാക്കാത്തത്? ഒരുപാട് കാലമായി ഒഴിച്ചിട്ട് എത്ര കാലമായി എന്റെ ഒരു രഥയാത്ര കൂടി അങ്ങോട്ട് നടത്തിക്കൊണ്ട് ഒരു കർഷക കൂടി അങ്ങോട്ട് നടത്തിക്കൊണ്ട് രാമക്ഷേത്രം പറയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. എന്റെ അല്ല ക്ഷേത്രം പറയുന്നത് നിങ്ങൾക്കറിയോ? രഥയാത്ര നടത്തിയ സമയത്ത് അധ്വാനിക്ക് ഒരുപാട് വിഗ്രഹങ്ങളെ പിന്നെ സമ്മാനമായിട്ട് അതിലേക്ക് കൊടുത്തു. അധ്വാനിയുടെ മകളെ വെച്ചുകൊണ്ട് ഒരു പത്രത്തെ കൊടുത്ത് അതുകൊണ്ട് പറഞ്ഞു ഈ വിഗ്രഹങ്ങളെ മുഴുവൻ രാജാക്കുക. അപ്പൊ ഇവരുടെ മതസ്നേഹവും രാജ്യസ്നേഹവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു രാജ്യസ്നേഹവും ഒരു മതസ്നേഹവും ഇവിടെ 12% വരുന്ന സദനങ്ങൾ നമ്മൾ എന്ന് മോഹിപ്പിച്ച് അപ്പുറത്തേക്ക് ഈ പാവപ്പെട്ട ജനവിഭാഗത്തെ ഒരു മുഖ്യധാരയിലേക്ക് ഉയർത്താൻ നിങ്ങൾ എന്ത് ചെയ്തു പറയാൻ പറ്റുമോ? ഒരു ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ബി ജെ പിയിലേക്ക് എന്താ ചെയ്തത്? 1990 ഡിസംബർ 4 ബാബരി മസ്ജിദ് വിളിച്ച് അതൊരു ചവിട്ടുപലകയാക്കി അധികാരത്തിലെത്തി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദുക്കൾ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിലേ മുസ്ലിങ്ങളെ പോലെ തന്നെ പ്രശ്നം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണെന്നുള്ളത് ഹിന്ദു പിന്നോക്കം വിഭാഗത്തിൽ ഹിന്ദും ചേരികളിൽ അന്തിയുറങ്ങുന്ന ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ വകയില്ലാത്ത 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാവപ്പെട്ട ഹിന്ദുക്കൾ വസിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ വർഗീയ ലഹളകൾ ഉണ്ടാക്കി ലഹമൊരുക്കി മനുഷ്യ ബന്ധങ്ങൾ തീർക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഈ രാജ്യത്തെ പാവപ്പെട്ട ഹിന്ദുവിന്റെ മോചനത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയോ രാഷ്ട്രീയ സ്വയം സേവക സംഘമോ